നമസ്കാരം സുഹൃത്തുക്കളെ. This is why these illegal immigrants stay on. Correct. If the government supports them like this is what will happen. We are not supporting, my lord. Then what is this, No, sir? immediately we have placed it, taken them. Allah, before you have communicate. The IO communicates to the FRRO at 11:30 in terms of the SOP. They should have been sent out. No, but FRR has to take a decision. Allah, FRRO has to take a decision. Astral crime and entertain ಮಾಡಿದ್ರೆ 15 minutes ಅಲ್ಲಿ. No, but Is it not a straight counterblast on these people? the allegation is that they have also beaten. That is the allegation. Where is the allegation beaten? IO himself communicates they should be sent. ಒಂದು ಅಕ್ಷರ ಇದೆಯಾ ಅಲ್ಲಿ? Page 17. ಅಲ್ಲ, ಒಂದ್ ಪೇಜ್ 18 ಅಲ್ಲಿ ಐಒ ಕಮ್ಯುನಿಕೇಟ್ ಮಾಡ್ಬೇಕಾದ್ರೆ ಇವ್ರು ಏನಾರು ಮಾಡಿದ್ದಾರೆ ಅಂತ ಹೇಳ್ತಾರ. ಸೇಮ್ ಐಒ ಅಲ್ಲ, ಇನ್ನೂ ಆಶ್ಚರ್ಯ ಅಂದ್ರೆ ಮೆಲಾಡ್ ದೇ ಸೇ ದೇ ಆರ್ ಸ್ಟೇಯಿಂಗ್ ಹಿಯರ್ ಫ್ರಮ್ 15 years. ಈ FRO ಬರೆದಿರೋ ಪತ್ರದಲ್ಲಿ ಪೇಜ್ ನಂಬರ್ 18 ಅಲ್ಲಿ there is one paragraph, third paragraph, ಮೊಹಮ್ಮದ್ ಬಿಲಾಲ್ ತಂದೆ so and so DS Max ಅಪಾರ್ಟ್ಮೆಂಟ್ ಹತ್ತಿರ ಹಾಡೋ ಸಿದ್ದಾಪುರ ಬೆಂಗಳೂರು ನಗರ ಈ ತರ ವಶಕ್ಕೆ ಪಡೆದು ಸ್ವಂತ. I tell you, if the system supports anything like this, illegal immigrants will mushroom. It is dangerous to the system. Security of the nation is at threat. I understand. And you register a crime against this man who shows that this is an illegal immigrant staying here. And for what? Counterblast ಅಂತ ಅಷ್ಟು ಗೊತ್ತಾಗಲ್ವಾ ಇದು? 11:15 FRR ಹೋಗಿ ಬರೀತಾರೆ, 11:45 ಹೊಡೆದ್ರು ಅಂತಾರೆ. ಎಲ್ಲಿಂದ ಬರುತ್ತೆ ಸರ್? If they produce and if they make an allegation against them before FRR, all those things will also have to. ಅಲ್ಲ, where is it sir? FRR ಮುಂದೆ ಹೇಳಿದಾರ? ಹೇಳಲ್ಲ. FRR ಮುಂದೆ IO rights to the FRR, nothing is said. So allegation may not is legal. That is Sir, the reason they have registered. What? ಅದೇನ್ ಮನ್ಸಿಗೆ ಬಂದಿದ್ದ allegation just because that is there, why is it registered? System should not support such things, sir. Very, very bad. വളരെ വളരെ വിചിത്രമായ ഒരു കേസ് കോടതിയിലെത്തിയപ്പോൾ അവിടെ അരങ്ങേറിയ രംഗങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത്. നിങ്ങളിൽ പലർക്കും ഇതിനകം തന്നെ മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. എങ്കിലും പറയാം, വളരെ അപൂർവങ്ങളിൽ അപൂർവം എന്ന് തന്നെ വിശേഷിപ്പിക്കാം. ഒരിക്കലും നമ്മുടെ ഇന്ത്യയിലെ ഒരു കോടതിയിലും ഇത്തരം ഒരു കേസ് എത്താൻ പോലും പാടില്ല. ഇവിടുത്തെ സിസ്റ്റത്തിൻ്റെ പരാജയമാണ് ഇങ്ങനൊരു കേസ് കോടതിയിലെത്താനുള്ള ഒന്നാമത്തെ കാരണം. അതിന് ജഡ്ജി നാഗപ്രസന്ന ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിനെയും പിന്നീട് ആരാണോ പരാതിയും കൊണ്ടുവന്ന് അവരുടെ വക്കീലിനെയൊക്കെ വലിച്ചു കീറുന്നുണ്ട് ഈ കോടതി രംഗത്തിൽ. എന്താണ് സംഗതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബംഗ്ലാദേശികളായിട്ടുള്ള 2 പേർ അവർ അനധികൃതമായിട്ട് ഇന്ത്യയിൽ കടന്നു കയറി കർണാടക ബാംഗ്ലൂരിൽ അവർ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ഡോക്ടർ നാഗേന്ദ്ര എന്ന് പറഞ്ഞൊരു വ്യക്തിക്ക് ഇവർ വലിഞ്ഞു കയറി വന്നതാണ് എന്ന് മനസ്സിലായതിനെ തുടർന്ന് അദ്ദേഹം പോലീസിൽ ഒരു പരാതി കൊടുക്കുന്നു. പക്ഷേ നടന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വലിഞ്ഞു കയറി വന്ന ബംഗ്ലാദേശികൾ ഇന്ത്യക്കാരനായിട്ടുള്ള, അതായത് നമ്മളിൽ ഒരാളായിട്ടുള്ള ഡോക്ടർ നാഗേന്ദ്രയ്ക്കെതിരെ ഒരു ക്രിമിനൽ കേസ് കൊടുക്കുന്നു. മാത്രമല്ല, ഈ വലിഞ്ഞു കയറി വന്നവൻ്റെ ഭാര്യയെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു കേസ് കൂടി കൊടുക്കുന്നു. അങ്ങനെ പോലീസ് വന്ന് ഈ ഡോക്ടർ നാഗേന്ദ്രയെ അറസ്റ്റ് ചെയ്യുന്നു. ആരുടെ പരാതിയിലാണ് എന്ന് ശ്രദ്ധിക്കണം. വലിഞ്ഞു കയറി വന്ന ബംഗ്ലാദേശിയുടെ പരാതിയിൽ ഇന്ത്യക്കാരനെതിരെ കേസെടുക്കുന്നു, അറസ്റ്റ് ചെയ്യുന്നു. തുടർന്ന് ഇതിനെതിരെ ഈ ഡോക്ടർ നാഗേന്ദ്ര ഹൈക്കോടതിയിൽ പോയി. അപ്പോൾ ഹൈക്കോടതിയിൽ നടന്ന രംഗമാണ് നിങ്ങൾ ഈ കണ്ടത്. അവിടെ ജഡ്ജി നാഗപ്രസന്ന എന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹം ഈ കേസ് പഠിക്കുകയും മുഴുവൻ രേഖകളും പരിശോധിച്ചപ്പോൾ അനധികൃതമായിട്ട് വലിഞ്ഞു കയറി വന്ന 2 അഭയാർത്ഥികളാണ് ഈ ബംഗ്ലാദേശികൾ. അവരെ അഭയാർത്ഥികൾ എന്ന് പോലും വിളിക്കാൻ പറ്റില്ല, കടന്നുകയറ്റക്കാരാണ്. അവർ ഇന്ത്യക്കാരെയല്ല. അങ്ങനെ മറ്റൊരു രാജ്യത്തെ 2 പേർ നമ്മുടെ രാജ്യത്ത് നുഴഞ്ഞു കയറി വരികയും ഇവിടെയുള്ള പൗരനെതിരെ കള്ളക്കേസ് കൊടുക്കുകയും ചെയ്തു. ആ കേസും പിടിച്ചുകൊണ്ട് പോലീസ് കോടതിയിൽ എത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടുത്തെ സിസ്റ്റം എത്രമാത്രം പരാജയമാണ് എന്ന് ആലോചിച്ച് നോക്കാം. ഇനി മറ്റൊരു കാര്യം കൂടെ ഞാൻ ഉറപ്പായിട്ടും പറയാം. BJP ഭരണമുള്ള ഒരു സംസ്ഥാനത്തെ പോലീസും ഇങ്ങനെ ഒരു കേസുമായിട്ട് കോടതി വരെ എത്തില്ല. അതിനു മുമ്പ് തന്നെ ന്യായം ഇന്ത്യക്കാരൻ്റെ പക്ഷത്താണ് എന്ന് മനസ്സിലാക്കുകയും അയാൾ കൊടുത്ത കേസ് പരിശോധിച്ച് പഠിച്ചതിന് ശേഷം, അതായത് ഈ അനധികൃതമായിട്ട് വലിഞ്ഞു കയറി താമസിക്കുന്നവരെ അറസ്റ്റ് ചെയ്യുകയും തുടർന്ന് ആരെയാണോ അവരെ ഏൽപ്പിക്കേണ്ടത് അവരെ ഏൽപ്പിക്കുകയും അവരെ ഡീപ്പോർട്ട് ചെയ്യാനുള്ള നടപടിക്രമമായിട്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ സംഭവിച്ചത്, ഇന്ത്യക്കാരനെതിരെ ബംഗ്ലാദേശികൾ കൊടുത്ത പരാതി പോലീസ് സ്വീകരിക്കുകയും അതിന് പ്രകാരം ഇന്ത്യക്കാരനെ അറസ്റ്റ് ചെയ്യുകയും നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി ആ മനുഷ്യന് ഹൈക്കോടതിയെ സമീപിക്കേണ്ടി വരികയും ചെയ്തു എന്ന വളരെ ദയനീയമായ ഒരു കാഴ്ചയ്ക്കാണ് അവിടെ നമ്മൾ സാക്ഷ്യം വഹിച്ചത്. ഇത് രാഹുൽ ഗാന്ധി പറയുന്ന സ്നേഹത്തിൻ്റെ കടയായ കർണാടകയിൽ നടന്ന സംഭവമാണ് എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഉറപ്പിച്ച് പറയാം, BJP ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തെ അവിടുത്തെ ഒരു പോലീസും ഇത്തരമൊരു കേസുമായിട്ട് കേസ് ചാർജ് ചെയ്യില്ല, കേസുമായിട്ട് കോടതിയിൽ പോകില്ല. പോയാൽ ഉറപ്പാണ് ആ പോലീസുകാരൻ പിന്നെ സർവീസിൽ ഉണ്ടായിരിക്കില്ല എന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്താണ് എന്ന് നോക്കൂ. നമ്മുടെ ഇവിടെയുള്ള പൗരൻ്റെ ജീവനും സ്വത്തിനും
സംരക്ഷണം കൊടുക്കുക, അതാണല്ലോ പോലീസിൻ്റെ ആണെങ്കിലും സൈന്യത്തിൻ്റെ ആണെങ്കിലും ആത്യന്തികമായിട്ടുള്ള കടമയും ഉത്തരവാദിത്വവും. അതായത് പൗരൻ്റെ സ്വത്തിനും ജീവനും ഉത്തരവാദിത്വം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാരായിട്ടുള്ള പൗരൻ്റെ ജീവനും സ്വത്തിനും ഉത്തരവാദിത്വം കൊടുക്കുക എന്നാണ്. അവിടെ പാകിസ്ഥാൻകാരനല്ല ഇവിടെ ഇന്ത്യയിലെ പോലീസുകാരൻ സുരക്ഷ കൊടുക്കേണ്ടത്, ബംഗ്ലാദേശിക്കല്ല ഇന്ത്യയിലെ പോലീസുകാരൻ സുരക്ഷയും സംരക്ഷണം കൊടുക്കേണ്ടത്, ഇന്ത്യക്കാരനാണ്. ഇനി ബംഗ്ലാദേശിയുടെ ഭാഗത്ത് ന്യായമുണ്ട് എന്ന് തന്നെ കരുതിക്കോളൂ. വലിഞ്ഞു കയറി വന്ന ബംഗ്ലാദേശിയുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിലും അവന് വേണ്ടിയല്ല ഇന്ത്യയിലെ പോലീസ് നിൽക്കേണ്ടത്. കാരണം വലിഞ്ഞു കയറി വന്നവന് ഇവിടുത്തെ 1% പോലും നീതിയുടെ അർഹരല്ല. ഇവിടുത്തെ നിയമമോ ഇവിടുത്തെ നടപടിക്രമങ്ങളോ ഒന്നും അയാൾക്ക് വേണ്ടിയല്ല ഉള്ളത്, ഇന്ത്യക്കാരായിട്ടുള്ളവർക്ക് വേണ്ടിയാണുള്ളത്. അപ്പോൾ ഇവിടെ ഇന്ത്യൻ പൗരനല്ലാത്ത ഒരാൾ വലിഞ്ഞു കയറി വരുന്നു, അയാൾ ഇവിടുത്തെ പൗരനല്ല എന്ന് മനസ്സിലാക്കിയ ഒരാൾ അയാൾക്കെതിരെ കേസ് കൊടുക്കുന്നു. അപ്പോൾ ഇയാൾ എന്താ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾക്കെതിരെ പീഡന പരാതി സഹിതം തൻ്റെ ഭാര്യയെ കൊണ്ടുപോലും കേസ് കൊടുപ്പിക്കുന്നു. എന്നാൽ പോലീസ് അന്വേഷിക്കേണ്ടത് എന്താണ്? ഇയാൾ വലിഞ്ഞു കയറി വന്ന ബംഗ്ലാദേശിയാണോ എന്ന് അന്വേഷിക്കേണ്ടതിന് പകരം ഡോക്ടർ നാഗേന്ദ്രനെ അറസ്റ്റ് ചെയ്യുന്നു, തുടർന്ന് കോടതിയിലെത്തുന്നു. കോടതി അത് വലിച്ചു കീറി ചവറ്റുകുട്ടയിലെടുത്തു. മാത്രമല്ല ഡോക്ടർ നാഗേന്ദ്രനെതിരെ എടുത്ത എല്ലാ ക്രിമിനൽ കേസും നടപടികളും നിർത്തിവെക്കാൻ കൂടി കോടതി ഉത്തരവിടുന്നു. തുടർന്ന് ഇവരെ, അതായത് നമ്മുടെ വിദേശ ചട്ട നിയമമൊക്കെ ഉണ്ട്, അതൊക്കെ അവിടെ പരാമർശിക്കുന്നുണ്ട്. അതിന് പ്രകാരം ഇവിടുത്തെ സിസ്റ്റം ഇങ്ങനെയാണ് പോകുന്നത്, ഇവിടുത്തെ സിസ്റ്റം ഇങ്ങനെയാണ് പോയതെങ്കിൽ നമ്മുടെ ദേശീയ സുരക്ഷയ്ക്ക് തന്നെ എത്ര മാത്രം അപകടകരമാണ് ഈ കാര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോലീസുകാരനെയും മറ്റേ വക്കീലിനെയും ഒക്കെ വലിച്ചു കയറുന്നുണ്ട്. അവരെല്ലാം എസ് സാർ, ശരിയാ സാർ, മറ്റേതാ സാർ, അതാ സാർ, ഇതാ സാർ എന്ന് പറഞ്ഞുകൊണ്ട് തേഞ്ഞു മെഴുകുന്ന കാഴ്ചയെ നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നോക്കൂ, ഒരു സംസ്ഥാനത്ത് BJP അല്ലാത്ത കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവർ വലിഞ്ഞു കയറി വന്നവർക്ക് വേണ്ടിയിട്ട് അവിടുത്തെ പോലീസ് നിലകൊള്ളുന്നൊരു കാഴ്ച. ഇവർ രാജ്യം ഭരിക്കുമായിരുന്നെങ്കിൽ, ഇപ്പോൾ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമായിരുന്നെങ്കിൽ എന്തായിരിക്കും എന്ന അവസ്ഥ എന്ന് ഓർത്തു നോക്കിയാൽ, ഇത്തരക്കാരൊക്കെ നമ്മുടെ വീട്ടിൽ ഇടിച്ചു കയറിയാലും നമുക്ക് അവർക്കെതിരെ കേസ് പോലും കൊടുക്കാൻ മേലാത്ത ഒരവസ്ഥ എത്തിപ്പോയേനെ. ഇതുകൂടി ചിന്തിക്കണം. നമ്മുടെ ഇവിടുത്തെ ഒരൊറ്റ മാധ്യമങ്ങളും ഈ വാർത്തയോ ദൃശ്യങ്ങളോ നിങ്ങളെ കാണിക്കാൻ പോകുന്നില്ല. കാരണം അവരൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണോ പ്രവർത്തിക്കുന്നത് അവർക്കൊക്കെ ഇത് ദോഷകരമാവുന്ന വാർത്തയാണ്. അതുകൊണ്ട് നിങ്ങൾ മുഖ്യധാര മാധ്യമങ്ങൾ വഴി ഈ വാർത്ത അറിയാനേ പോകുന്നില്ല. ഞാൻ ഒരു കഥയുണ്ടാക്കി പറഞ്ഞതല്ല എന്ന് ഈ വിഷ്വലാണ് അതിൻ്റെ തെളിവ്. ഒരു കോടതി മുറിയിൽ നടന്ന കാര്യങ്ങളൊന്നും എനിക്ക് വ്യാജമായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. അങ്ങനെ വ്യാജമായി ഞാൻ ഉണ്ടാക്കിയാൽ എൻ്റെ സ്ഥാനം പിന്നെ ജയിലിലായിരിക്കും. അത് എനിക്ക് നന്നായിട്ട് അറിയാം. അതിനാൽ ഇത്തരം കാര്യങ്ങളൊന്നും ബോധമുള്ള ഒരാളും വ്യാജമായിട്ട് ഉണ്ടാക്കില്ല. ഇപ്പോൾ കോടതി നടപടികളൊക്കെ ഇതേപോലെ കാണാനൊക്കെ ജനങ്ങൾക്ക് മാർഗമൊക്കെ ഉണ്ട്. സുപ്രീം കോടതിയിലെ വാദപ്രതിവാദങ്ങൾ വരെ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് കവർ ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ അതാണ് ഈ പുതിയ കാലഘട്ടം. അവിടെ ഈ കോടതിയെ വെച്ചും ജഡ്ജിയെ വെച്ചൊന്നും ഒരാളും വ്യാജമായിട്ടൊന്നും ഉണ്ടാക്കില്ല. ഉണ്ടാക്കിയാൽ വിവരം അറിയും. ഇത് നിങ്ങൾ കാണുക. ഇംഗ്ലീഷ് അറിയാവുന്നവർക്ക് മനസ്സിലാവും, അല്ലാത്തവർക്കും മനസ്സിലാവും. ഇതിനകത്ത് കന്നഡയും മറ്റുമൊക്കെ ഉണ്ടെങ്കിലും ഈ ജഡ്ജി സംസാരിക്കുന്നതും അതിനെതിരെ പോലീസിനെ പ്രതികരിച്ചുകൊണ്ട് നിൽക്കുന്ന ആളും ജഡ്ജിയുമൊക്കെ മറുപടി കൊടുക്കുന്നതൊക്കെ കേട്ടാൽ ആർക്കാണെങ്കിലും മനസ്സിലാവും. പക്ഷേ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇങ്ങനെ ഒരു കേസ് വരുമ്പോൾ ഇവിടുത്തെ പോലീസ് ആരുടെ പക്ഷത്ത് വേണം നിൽക്കാൻ? അത് ഒന്നാമത്തെ ഒരു ചോദ്യമല്ലേ. ഇന്ത്യക്കാരൻ്റെ കൂടെ നിൽക്കണമോ, വലിഞ്ഞു കയറി വന്ന ബംഗ്ലാദേശിയുടെ കൂടെ നിൽക്കണമോ എന്നതാണ് ഇവിടുത്തെ കാതലായിട്ടുള്ള ചോദ്യം. പക്ഷേ കർണാടകയിൽ സംഭവിച്ചത് എന്താണെന്ന് നോക്കൂ. ബംഗ്ലാദേശികളുടെ കൂടെ അവിടുത്തെ പോലീസ് നിന്നു. അവിടുത്തെ പൗരനായ നാഗേന്ദ്രനെ, അയാൾ ഒരു ഡോക്ടർ കൂടിയാണ്, അയാളെ പ്രതി ചേർത്ത് അറസ്റ്റ് ചെയ്തു എന്ന് കാണുമ്പോഴാണ് എങ്ങോട്ടാണ് അവിടുത്തെ സിസ്റ്റം പോയത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്.